ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അലക്സ് ഫ്രം ടെക് ആൻഡ് ട്രാവൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 1000 രൂപയ്ക്ക് താഴെ ഏറ്റവും നല്ല ബ്ലൂടൂത്ത് സ്പീക്കർ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബോട്ട് എന്ന കമ്പനിയുടെ സ്റ്റോൺ 190 എന്ന മോഡൽ. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റോൺ 190 വരുന്ന പാക്കേജ്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. കാരണം ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അവന് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. നമുക്കതിനുള്ളിൽ കിട്ടുന്നത് കുറച്ച് പേപ്പർ ഡോക്യുമെൻറ്റ്സ് ആണ്, അതിൻ്റെ ഗ്യാരൻറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് കിട്ടുന്നത് 2 കേബിളാണ്, ഓക്സ് കേബിളും മൈക്രോ USB കേബിളും. ഈ മൈക്രോ USB വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പീക്കർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്പീക്കറിലേക്ക് പോകാം. ഇതാണ് ആ കുഞ്ഞൻ സ്പീക്കർ. വാവ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ പാക്കേജും ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി സ്പീക്കർ പരിചയപ്പെടാം. വളരെ മനോഹരമായ ഡിസൈൻ. കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. വളരെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നമ്മളത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ തന്നെ ബോട്ട് എന്നുള്ള ബ്രാൻഡിങ് കാണാം. പിന്നെ താഴ്ഭാഗത്തായി പ്ലസും മൈനസും, പിന്നെ നടുക്ക് ഭാഗത്തായിട്ട് പാട്ട് പോസ് ചെയ്യുന്നതിനും പ്ലേ ചെയ്യുന്നുള്ള ബട്ടണും കാണാം. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ മോഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതും പവർ ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനുമുള്ള ബട്ടൺ കാണാം. പിന്നെ പുറകു സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല, അവരുടെ ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഭാഗവും ഓക്സ് കണക്ട് ചെയ്യുന്ന ഭാഗവും ഒരു റബ്ബർ കേപ്പ് കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇത് IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സ്പിൽ പ്രൂഫ് നമുക്ക് ഈ സ്പീക്കർ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 800 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നമുക്ക് 4 മണിക്കൂർ വരെ മാക്സിമം സൗണ്ടിൽ പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മീഡിയം ലെവലിലാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ നമുക്ക് 6 മണിക്കൂർ വരെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 2 മണിക്കൂറാണ്. ഇതിൽ വരുന്നത് 52 mm ഡ്രൈവാണ് വരുന്നത്. അതുപോലെ 5 വാൾട്ടിൻ്റെ ഔട്ട്പുട്ട് സ്റ്റീരിയോ സൗണ്ട് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിൽ ഇൻബിൽറ്റായിട്ട് തന്നെ മൈക്രോഫോൺ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഇൻകമിംഗ് കോളുകൾ നമുക്കിതിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സ്പിൽ പ്രൂഫൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സോങ് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങളത് കേട്ട് നോക്ക്, ഹെഡ്സെറ്റ് വെച്ച് കേട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ നമ്മുടെ സ്പീക്കറിൻ്റെ എത്രമാത്രം അതിന് ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ കുഞ്ഞൻ സ്പീക്കറിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമുക്കൊരു ചെറിയ റൂമിലൊക്കെ പാട്ട് കേൾക്കാൻ ഇത് വളരെ നല്ലതാണ്. പക്ഷേ വളരെ വിസ്താരമായ ഒരു റൂമിൽ നമുക്കിത് അത്രയ്ക്കൊരു പെർഫോമൻസ് കിട്ടുന്നില്ല. കാരണം അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു കുഞ്ഞൻ സ്പീക്കറാണ്. എന്തായാലും എനിക്കിഷ്ടമായതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നത് വരെ ബൈ ബൈ.